കൊല്ലം കൊട്ടാരക്കര കോട്ടാത്തലയിൽ വീടു കയറി ആക്രമണമുണ്ടായി. നിരവധി കേസുകളിൽ പ്രതികളായ 2 പേർ ചേർന്നാണ് അതിക്രമം കാട്ടിയത്. കോട്ടാത്തല സ്വദേശി അരുൺജിത്തിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് വീഡിയോ എടുക്കാം. രാഹുൽ ജി നാഥാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഹുൽ, ഈ ദൃശ്യങ്ങളിൽ തന്നെ അതിന്റെ ക്രൂരത എത്രത്തോളം ഉണ്ടെന്ന് വെളിവാക്കുന്നതാണ്. ഒരു പ്രായമുള്ളൊരു മനുഷ്യനെ നിലത്തിട്ട് വലിച്ചുകൊണ്ടുപോവുകയാണ്. അത് തടയാൻ ശ്രമിക്കുന്ന ആ സ്ത്രീയെ അവർ ആക്രമിക്കുന്നുണ്ട്. വീഡിയോ പകർത്തുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം ആ ആക്രമണം അവിടെ വെച്ച് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഈ ക്രിമിനലുകൾ ആരാണ്, എന്താണ് വിശദാംശങ്ങൾ? ദൃശ്യങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാണ്. കൊല്ലം കൊട്ടാരക്കരയിലാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ അതിക്രമം അരങ്ങേറിയത്. ഇന്ന് രാവിലെ 2 പേർ, അവർ സ്ഥിരം കേസുകളിൽ പ്രതികളാണ്. നിരവധി കേസുകൾ ഇവർക്ക് വരെയുണ്ട്. ബിബിൻ അഖിൽരാജ് എന്നാണ് ഇവരുടെ പേര്. ഇവർ രാവിലെ വീട്ടിലേക്ക് എത്തി ഈ വീട്ടുടമസ്ഥനായ അരുൺജിത്തിനെ അന്വേഷിക്കുന്നു. ശേഷം മർദ്ദിക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അരുൺജിത്തിന്റെ അമ്മയാണ്. അമ്മ ഇന്ദിരയാണ്. ഈ തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ അമ്മ നിലത്ത് വീഴുന്നുണ്ട്. ഒടുവിൽ തലയ്ക്ക് സാരമായ പരിക്കേറ്റ് അരുൺ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നേടിയിട്ടുണ്ട്. ഏതായാലും മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമിക വ്യക്തമാക്കുന്നത്. ഈ ആക്രമണം തുടരുന്നതിനിടെ ദൃശ്യങ്ങൾ പകർത്തുന്നു എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് അവർ പിന്തിരിഞ്ഞത്. ആ ദൃശ്യങ്ങൾ വ്യക്തമാണ്. എന്തായാലും മുൻവൈരാഗ്യത്തിന്റെ കാരണം എന്താണെന്ന് ഉൾപ്പെടെയുള്ളവ നമുക്ക് കുറച്ച് മണിക്കൂർ കഴിഞ്ഞാൽ വ്യക്തമാകും. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ മുൻവൈരാഗ്യമാണെന്ന് പറയുന്നു. നിലവിൽ കാപ്പാ കേസ് ഉൾപ്പെടെ പ്രതിയാണ് ഇത്തരത്തിൽ മർദ്ദിക്കാനെത്തിയ ബിബിൻ എന്ന ആൾ. എന്തായാലും ഇവരെ 2 പേരെയും കൊട്ടാരക്കര പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.